അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രേക്ഷകരെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ പുണ്യമായ ഒരു അമലായി സ്വീകരിക്കട്ടെ. എല്ലാ ആഫത്തുകളെ തൊട്ടും മുസീബത്തുകളെ തൊട്ടും അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു ഇരു ലോകത്തും ഖൈറ് നൽകട്ടെ. വളരെ പ്രധാനമുള്ള, വളരെ പുണ്യമുള്ള ദിവസങ്ങളാണ് നമുക്കിങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നാളെ നമുക്ക് ദുൽഹിജ്ജ 9 അറഫ നോമ്പ് എടുക്കേണ്ട ഒരു ദിവസമാണ് നമുക്ക് നാളെ, അഥവാ ഞായറാഴ്ച. മക്കയിൽ ഇന്നായിരുന്നു അറഫ സംഗമം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദുൽഹിജ്ജ 9 നാളെയാണ്. അതുകൊണ്ട് ദുൽഹിജ്ജ 9-നാണ് നമ്മളോട് നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ദുൽഹിജ്ജ 9-ൻ്റെ അന്ന് അറഫാ ദിവസമാണ്. അറഫാ ദിവസത്തിൽ നോമ്പെടുക്കേണ്ടവർ അറഫയിൽ പങ്കെടുക്കാത്തവരാണ്, ഹജ്ജിന് പങ്കെടുക്കാത്തവരാണല്ലോ. ആ ഒരു നോമ്പിനെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് യുകഫിറു സനത്തൽ മാളിയ വൽ ബാക്കിയ, കഴിഞ്ഞ ഒരു കൊല്ലത്തെയും വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെയും പാപങ്ങളെ പൊറുപ്പിക്കാൻ സാധിക്കുന്ന നോമ്പാണ് ദുൽഹിജ്ജ 9-ൻ്റെ നോമ്പ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ദുൽഹിജ്ജ 10 നമുക്ക് തിങ്കളാഴ്ചയാണ്. നമുക്കന്നാണ് പെരുന്നാൾ. പെരുന്നാളിനന്ന് നോമ്പെടുക്കാൻ പാടില്ല, ഹറാമാണ്. ഇന്ന് നമുക്ക് ദുൽഹിജ്ജ 8 യൗമുത്തർവിയ. ഇന്നും നോമ്പ് സുന്നത്തുണ്ടായിരുന്നു. നാളത്തെ നോമ്പിനോളം മഹത്തുള്ള സുന്നത്ത് നോമ്പില്ല. സുന്നത്ത് നോമ്പുകളിൽ വെച്ചിട്ട് ഏറ്റവും മഹത്വമുള്ള സുന്നത്ത് നോമ്പ് ദുൽഹിജ്ജ 9-ൻ്റെ അന്നുള്ള സുന്നത്ത് നോമ്പാണ്. നമുക്ക് ഒരിക്കലും അത് നഷ്ടപ്പെടാൻ പാടില്ല. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പെരുന്നാളിൻ്റെ നന്മകൾ, തക്ബീർ ചൊല്ലുക, അതുപോലെ ബലികർമ്മം സാധിക്കുന്നവരൊക്കെ അറുക്കുക, ഇതൊക്കെയാണ് പെരുന്നാളിൻ്റെ ഒരു നമുക്ക് നന്മകളെ നേടിയെടുക്കാനുള്ള വഴികൾ. തക്ബീർ ചൊല്ലുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോ നാം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ തക്ബീറിൻ്റെ പുണ്യങ്ങൾ പറഞ്ഞിട്ടുള്ള. ഉലൂഹിയത്താവട്ടെ വലിയ പ്രതിഫലമുള്ള ഇതാണ്. കാരണം ഉലൂഹിയത്തിനെക്കുറിച്ചും ബലിപെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഫസ്വല്ലി ലി റബ്ബിക വൻഹർ, ഫസ്വല്ലി ലി റബ്ബിക, നിൻ്റെ റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കുക, വൻഹർ, നീ ബലികർമ്മം നടത്തുകയും ചെയ്യുക. ഈ വൻഹർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഉലൂഹിയത്ത് അറിവാണ് എന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ബലിപെരുന്നാളിന് ഒരുപാട് സുന്നത്തുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ബലിപെരുന്നാളിന് വേണ്ടിയുള്ള അത് സുന്നത്താണ്. നിയത്ത് വച്ചാൽ, ഞാൻ ബലിപെരുന്നാളിന് വേണ്ടി കുളിക്കുകയാണ് എന്ന് നിയത്ത് വച്ചാൽ അതിൻ്റെ ഒരു കൂലി നമുക്ക് കിട്ടും.
സാധാരണ നിർബന്ധ കുളിക്കുന്ന പോലെ തന്നെയാണ് ആ ഒരു സുന്നത്തായ കുളിയെയും നിർവഹിക്കേണ്ടത്. നിയത്ത് മാറ്റമുണ്ട് എന്നർത്ഥം. അത് നമുക്ക് നാളെ അഥവാ ഞായർ അർദ്ധരാത്രി മുതൽ അത് നിർവഹിക്കാവുന്നതാണ്. അതുപോലെ നഖങ്ങൾ, മുടി, മറ്റുള്ള നീക്കൽ, സുന്നത്തുള്ളവ നീക്കൽ, അതുപോലെ പള്ളിയിലേക്ക് നടന്നുകൊണ്ട് പോവൽ, തക്ബീറുകൾ വർദ്ധിപ്പിക്കൽ, അതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുക, ദുആ, ഇതിൻ്റെ സന്തോഷങ്ങൾ, ഇത് മുബാറക്ക് കൈമാറുക, രോഗികളെ സന്ദർശിക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക, കുടുംബ സന്ദർശനം നടത്തുക, ഇതൊക്കെ പെരുന്നാളിൻ്റെ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ്. പെരുന്നാൾ ആഘോഷം എന്ന് പറഞ്ഞാൽ അതൊരു ഭക്ഷണമുണ്ടാക്കി കഴിക്കുക, നല്ല വസ്ത്രം ധരിക്കുക എന്ന് മാത്രമല്ല. ഭക്ഷണം ഉണ്ടാക്കലും നല്ല കാര്യമാണ്, നല്ല വസ്ത്രം ധരിക്കലും നല്ല കാര്യമാണ്, ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അത് ഒതുങ്ങരുത്. പെരുന്നാളിൻ്റെ ആഘോഷങ്ങളുടെ ആ ഒരു വിശാലമായ അർത്ഥങ്ങൾ നമ്മളെ കൂടുതൽ വിശാല മനസ്സുള്ളവരാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെരുന്നാൾ ആഘോഷത്തിൻ്റെ ആ ഒരു മഹിമ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാതെ കിട്ടുന്ന നന്മകളാണതൊക്കെ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഇന്നത്തെ രാവുകളെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ രാവിലെ നന്മകളെ, പ്രാർത്ഥനകളെ, ഇബാദത്തുകളെല്ലാം കബൂൽ ചെയ്യട്ടെ. നാളത്തെ ദിവസത്തെ നമ്മുടെ ഇബാദത്തുകളെല്ലാം സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹീതരാക്കട്ടെ. അള്ളാഹു നമ്മുടെ ഹജ്ജാജിമാർ, ഹജ്ജുമ്മമാർക്കൊക്കെ ഖൈറ് നൽകട്ടെ. അവരുടെ പ്രാർത്ഥനകൾ അള്ളാഹു നമുക്കും നൽകട്ടെ. ആ പ്രാർത്ഥനകളിൽ നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.